പാലക്കാട്ടെ ബ്രൂവറിക്കെതിരെ മാർത്തോമാ സഭ. ബ്രൂവറി തുടങ്ങാനുള്ള സർക്കാർ നീക്കം സർവനാശത്തിനാണെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. മദ്യത്തിൽ മുങ്ങിയ കേരളത്തെ വീണ്ടും ലഹരിയിലാഴ്ത്തും. രാജ്യത്ത് മതനിരപേക്ഷതയും ജനാധിപത്യവും വെല്ലുവിളി നേരിടുന്നുവെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. 130ാമത് മരാമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ പ്രധാന വരുമാനം മദ്യവിൽപ്പനയിൽ നിന്നായതിനാൽ മദ്യ ഉപഭോഗത്തെ സർക്കാരും ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? പാലക്കാട്ടെ ബ്രൂവറി തുറക്കാനായി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ഇപ്പോൾ തന്നെ മദ്യത്തിൽ മുങ്ങിയ ഈ നാടിനെ സർവനാശത്തിലേക്ക് നയിക്കുമോ എന്നതാണ് നമ്മുടെ ഉത്കണ്ഠ. ലഹരിക്ക് എതിരായ പോരാട്ടങ്ങളിൽ ഇതര സമുദായങ്ങളുമായി കൈകോർക്കുവാൻ നമുക്കിടയാവണം. മതനിരപേക്ഷതയും ജനാധിപത്യവും ഇന്ന് വെല്ലുവിളി നേരിടുന്നു. രാജ്യത്തിനും ജനതയ്ക്കും അതിജീവിക്കണമെങ്കിൽ വെറുപ്പ് കലരാത്ത ജനാധിപത്യത്തിന്റെ ജീവവായു നാം ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. നന്ദുഷ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. നന്ദുഷ, എങ്ങനെയാണ് ബ്രൂവറി വിഷയത്തിൽ മാർത്തോമാ സഭ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നത്? സ്നേഹ, കൃത്യമായ മാർത്തോമാ സഭയുടെ രാഷ്ട്രീയമാണ് ബ്രൂവറി വിഷയത്തിൽ ഇപ്പോൾ മാരാമൺ കൺവെൻഷന്റെ ഉദ്ഘാടന ദിവസം തന്നെ തിയോഡോഷ്യസ് മെത്രാപ്പൊലീത്ത പറഞ്ഞിരിക്കുന്നത്. അതായത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ലഹരി മൂലം ഉണ്ടായിട്ടുള്ളതും സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളതും ചർച്ച ചെയ്യപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടായിരുന്നു ലഹരിയുടെ ഉപയോഗം സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു എന്ന തരത്തിലേക്ക് മെത്രാപ്പൊലീത്ത പറഞ്ഞു നിർത്തിയത്. അതിനോടൊപ്പം തന്നെ പാലക്കാട്ട് ബ്രൂവറി വിഷയവും കൂടി പരാമർശിക്കുകയുണ്ടായി. സംസ്ഥാനത്ത് മദ്യശാലകളുടെയും മദ്യ ഉപഭോഗത്തിന്റെയും അളവ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ഒരു വരുമാന മാർഗം എന്ന രീതിയിൽ സർക്കാർ കാണുന്നതിനാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സർക്കാർ നടത്തുന്നതെന്നും പാലക്കാട്ടെ ബ്രൂവറി വരാനുണ്ടായ സാഹചര്യം സംസ്ഥാന സർക്കാരിന്റെ ഇത്തരത്തിൽ ലഹരി പ്രോത്സാഹന നയത്തിന്റെ ഭാഗമാണെന്നും ആണ് മെത്രാപ്പൊലീത്ത തുറന്നടിച്ചത്. ഈ ലഹരി ഉപയോഗം ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സർവനാശത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. അതോടൊപ്പം ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിനെയും എതിരെ ഒരു പരോക്ഷ വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. രാജ്യത്ത് മതനിരപേക്ഷത നിലവിൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന കൂടി മെത്രാപ്പൊലീത്തയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും സംസ്ഥാന സർക്കാരിനെതിരെ നേരിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ പരോക്ഷമായും ഒരു വിമർശനമാണ് മാരാമൺ കൺവെൻഷന്റെ ഉദ്ഘാടന ദിവസം തന്നെ മെത്രാപ്പൊലീത്ത നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ചെറുപ്പക്കാർക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കാനിടയായ സാഹചര്യം സർക്കാരിന്റെ ഇടപെടൽ മൂലമുണ്ടായതാണെന്ന് തന്നെ തുറന്നടിച്ചിരിക്കുകയാണ് മെത്രാപ്പൊലീത്ത. അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെതിരെയും ഒരു പരോക്ഷ വിമർശനം മെത്രാപ്പൊലീത്ത നടത്തിയിരിക്കുകയാണ്. മതനിരപേക്ഷയെ ചൊല്ലിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉയർത്തിയിരിക്കുന്നത്. ഈ ന്യൂനപക്ഷങ്ങൾക്കും അതോടൊപ്പം ഈ മതപരമായിട്ടുള്ള പലതരം സംഘർഷങ്ങളും രാജ്യത്ത് ഉടലെടുക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും തന്നെ രാജ്യത്ത് വളർന്നു വന്നുകൂടാ എന്ന തരത്തിലാണ് മെത്രാപ്പൊലീത്ത പ്രതികരിച്ചത്. അതോടൊപ്പം ഭരണഘടനയുടെ പ്രാധാന്യം മെത്രാപ്പൊലീത്ത ഊന്നി പറയുകയുണ്ടായി. ഏതായാലും സഭയുടെ ഒരു നിലപാട് ഇരു വിഷയങ്ങളിലും, അതായത് ബ്രൂവറി വിഷയത്തിലും അതോടൊപ്പം രാജ്യത്തിന്റെ മതനിരപേക്ഷയെ ചൊല്ലിയുള്ള വിഷയങ്ങളിലും സഭയുടെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു മെത്രാപ്പൊലീത്ത മാരാമൺ കൺവെൻഷന്റെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ. സ്നേഹ.